ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മലബാർ സ്റ്റൈൽ വെജ് ബിരിയാണിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയോ? തലശ്ശേരി ദം ബിരിയാണി, വെജിറ്റബിൾ ദം ബിരിയാണി. അപ്പോൾ എപ്പോഴും ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. കൈമാ റൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ റെസിപ്പി കാണാം. ഇതിനു മുന്നേ കുറേ ചിക്കൻ ബിരിയാണിയൊക്കെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒട്ടും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ഗാർഡനിങ് വീഡിയോസും ഇടാറുണ്ട്, അതും ഒന്ന് കണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടാലോ? വളരെ സിമ്പിൾ ആയിട്ടാണ്. വെജിറ്റബിൾ ബിരിയാണിയൊക്കെ എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ മതി, വേഗം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കാണാം. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കോളിഫ്ലവറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കൂടി എടുക്കാം, അതില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ഇത്. പിന്നെ പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്, അത് ഇച്ചിരി മതി. പിന്നെ കൈമാ റൈസ്, 3.5 ഗ്ലാസ് കൈമാ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുട്ടയും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞു വെച്ചാൽ നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ബിരിയാണിയൊക്കെ. ഇപ്പോൾ കൈമാ റൈസ് ഞാൻ 3.5 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. മലബാർ സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് കൈമാ റൈസ് ആണല്ലോ, കൈമാ റൈസ്, ജീര റൈസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ മണം തന്നെ നല്ല നെയ്ച്ചോറിൻ്റെ മണമായിരിക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതൊന്ന് കുതിരുമല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ആദ്യം തന്നെ ഉള്ളി നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ ഈ അരിഞ്ഞു വെച്ച മുഴുവൻ ഉള്ളി എടുത്തില്ല, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഗ്രേവിക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ നമ്മൾ അങ്ങ് ഉള്ളി അരിഞ്ഞെടുക്കണം, എന്നാൽ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, എപ്പോഴും പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇനി അതേ നെയ്യിലോട്ടേക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. 3.5 ഗ്ലാസ് കൈമാ റൈസാണ്, അതിന് ഞാൻ 7 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരി കുറച്ച് കുതിർന്നിട്ടുണ്ടല്ലോ. അരി കുതിർന്ന ശേഷം നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ട് റെഡിയാക്കി വെക്കണം. എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ടേക്ക് തന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ലെമൺ കൂടി പിഴിഞ്ഞു കൊടുത്താൽ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ലല്ലോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ പുതിനയില ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് ഉള്ളി വറുത്തതും കൂടി ഞാൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വറുത്ത നെയ്യിലാണ് ഞാൻ ഈ അരി ഇട്ടിരിക്കുന്നത്, അരിയും വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വറുത്ത് വെച്ച ഉള്ളിയും കൂടി ഇടുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു മണമായിരിക്കുമേ ചോറിന്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പേസ്റ്റ് പോലെ ആക്കിയില്ല, ചതച്ചെടുത്തതാണ്. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടണം, എല്ലാം കൂടി ഒന്ന് വാടി നല്ല ഗ്രേവി രൂപത്തിലായിരിക്കണം. പിന്നെ
മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എല്ലാം കൂടി നല്ല വഴറ്റി നല്ല ഇതുപോലെ ആവണം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാ വെജിറ്റബിൾസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവണല്ലോ, വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരണല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മസാലേന്റെ കൂടെ തന്നെ അതും ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ചോറൊക്കെ പകുതി വേവ്, അതായത് 70% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ അരി ഇടുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ലെമൺ ജ്യൂസ്, അതുകൊണ്ട് ഈ സമയത്ത് വേണമെന്നില്ല, ഞാൻ ഒഴിച്ചേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മസാല കുറച്ച് മാറ്റി വെക്കണം, ദം ചെയ്യാൻ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം വെന്ത് വന്നിരിക്കുന്ന ചോറ് നമ്മൾക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലെയർ ഈ വെജിറ്റബിൾ ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഈ വെജിറ്റബിളിന്റെ ഗ്രേവി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി. ഇനി കുറച്ചും കൂടെ ചോറുണ്ടല്ലോ, അതും കൂടി ഇതിന്റെ മേലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പോലെ നല്ല സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചോറൊക്കെ വെന്ത് വരുമ്പോൾ നെയ്യൊക്കെ കുറഞ്ഞുണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ, ചോറും മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവണ്ടേ. പിന്നെ ബോയിൽ ചെയ്ത മുട്ടയും കൂടി ഞാൻ അതിന്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദം ചെയ്തതിന് ശേഷം നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മേലെ വെയിറ്റ് ഒന്നും വെച്ചില്ല, കാരണം വെച്ചാൽ കൈമ റൈസ് അല്ലേ, കൈമ റൈസ് വേഗം വെന്ത് വരും, നമ്മുടെ ബാസ്മതി റൈസ് പോലെയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഒന്നും വെച്ചില്ല. അതിൽ തന്നെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ടില്ലേ, നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ അരിഞ്ഞെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ വേഗവും എളുപ്പത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും കൂടിയാണ്. ഇതിൽ പൈനാപ്പിൾ കൂടി അരിഞ്ഞ് ചേർക്കാം കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ വിളമ്പുന്ന രീതിയൊക്കെ അങ്ങനെയാണ് ബിരിയാണി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ബൈ.